ഹായ് ഓൾ. ഇപ്പോൾ നിങ്ങൾ S4 കഴിഞ്ഞു, നമ്മൾ S5 എന്നുള്ള ഒരു സെമസ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ കോളേജും ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായി നിങ്ങളിപ്പോൾ S5ൽ 4 തിയറി പേപ്പേഴ്സാണ് പഠിക്കുന്നത്. DME, പവർ പ്ലാന്റ്, IMS. പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ സബ്ജക്റ്റിൻ്റെ പേര്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ സബ്ജക്റ്റിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് I. അപ്പോൾ ഇതിൽ ലിങ്ക് ബേസിൽ ഈ സബ്ജക്റ്റിൻ്റെ കോഡ് C502 എന്നാണ്. C502 എന്ന് പറഞ്ഞ് ലിങ്ക് ബേസിൽ ഒരു സബ്ജക്റ്റ് കാണുകയാണെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഷോർട്ടായി നമ്മൾ I എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് C502 എന്ന ലിങ്ക് ബേസ് കോഡിൽ നിങ്ങൾ കാണപ്പെടുക. ഈ സബ്ജക്റ്റിൻ്റെ കോഴ്സ് കോഡ്, അതായത് സിലബസ് പ്രകാരമുള്ള കോഴ്സ് കോഡ് 5022 എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച പേപ്പേഴ്സുമായി കാര്യമായ ഒരു സാമ്യമില്ല. ഒരു പുതിയ പേപ്പർ തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ ഇതിനു മുമ്പ് പല ടൈപ്പ് പേപ്പറുകൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ നിങ്ങൾക്ക് ഗ്രാഫിക്സ് എടുത്തിട്ടുണ്ട്, അതൊരു ഡ്രോയിങ് പേപ്പറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് എന്നുള്ള ഒരു മാനുഫാക്ചറിങ് പേപ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒരു തരത്തിൽ ഒരു തിയറിറ്റിക്കൽ പേപ്പറാണ്. എന്ന് വെച്ചാൽ ബേസിക്കലി തിയറി പാർട്ടാണ് ഈ സബ്ജക്റ്റിൽ കൂടുതൽ. പ്രോബ്ലമാറ്റിക് ഏരിയസും അതുപോലെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഏരിയസും ഈ സബ്ജക്റ്റിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചത് വഴി നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സബ്ജക്റ്റ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ലേഔട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മെഷീൻസിൻ്റെ അലൈൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ വർക്ക് ഷെഡ്യൂൾസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡസ്ട്രി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഡിസൈനിലാണെങ്കിലും അതിൻ്റെ സിസ്റ്റത്തിലാണെങ്കിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു പേപ്പറാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് കടക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച എല്ലാ സബ്ജക്റ്റും പോലെ തന്നെ 4 മോഡ്യൂളാണ് ഈ സബ്ജക്റ്റിലുള്ളത്. ഞാനിവിടെ മോഡ്യൂൾ 1 ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളിലേക്ക്, അതിൻ്റെ പാർട്ട് 1 എന്ന പോർഷനാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ, വീഡിയോ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഡ്യൂൾ 1ലേക്ക് നമുക്ക് മോഡ്യൂൾ 1 എന്ന ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു IE, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. PPC, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അതെന്താണ് ആ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വാല്യൂ എഞ്ചിനീയറിംഗ്, ദെൻ പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട്, ദെൻ ഫൈനൽ ടോപ്പിക് ഈസ് പ്ലാന്റ് മെയിൻ്റനൻസ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഇങ്ങനെ പ്രധാനമായിട്ടും 5 ടോപ്പിക്സ് ആണ് ഈ മോഡ്യൂൾ 1ൽ നിങ്ങൾ പഠിക്കുന്നത്. ഇതുപോലെ മോഡ്യൂൾ 2, 3 ആൻഡ് 4 ഉണ്ട്. മോഡ്യൂൾ 2ൽ നിങ്ങൾ വർക്ക് സ്റ്റഡി ആൻഡ് ടൈം സ്റ്റഡി എന്താണെന്ന് പഠിക്കും. മോഡ്യൂൾ 3ൽ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ എന്താണെന്ന് പഠിക്കും. ദെൻ ലാസ്റ്റ് മോഡ്യൂൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഇതാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. മോഡ്യൂൾ 1ലെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ട്. നമുക്ക് എന്താ നോക്കാം. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈൻ, ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് മെൻ, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ് ആൻഡ് എനർജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മെൻ, മെറ്റീരിയൽ, എക്യുപ്മെന്റ് ആൻഡ് എനർജി എന്നുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ യോജിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. ഈ 4 ഫാക്ടേഴ്സ്, മെൻ, മെറ്റീരിയൽ, എക്യുപ്മെന്റ് ആൻഡ് എനർജി, ഇവ 4 യോജിപ്പിച്ചത് കൊണ്ട് മാത്രം അത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആവില്ല. നമുക്ക് ആവശ്യമായ വർക്ക് ഫോഴ്സ് ലഭിച്ചുകൊണ്ടോ, അതിനാവശ്യമായ മെറ്റീരിയൽസ് ലഭിച്ചുകൊണ്ടോ, നമ്മുടെ കയ്യിൽ ആവശ്യമായ മെഷീൻസ് ഉള്ളതുകൊണ്ടോ, നമ്മുടെ കയ്യിൽ ആവശ്യമായ ഓയിൽ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് മാത്രം അതൊരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആവില്ല. അവിടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ വരണമെങ്കിൽ അതിൽ ഡിസൈനും ഇംപ്രൂവ്മെന്റും ഇൻസ്റ്റലേഷനും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റിസോഴ്സസ് കൊണ്ട് നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന കൺസെപ്റ്റ് വരണമെങ്കിൽ ഒരു ഡിസൈൻ ഫീൽഡ് വേണം, ഇംപ്രൂവ്മെന്റ് വേണം,
അതിൻ്റെ ഇൻസ്റ്റലേഷനോ കൂടാതെ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസും കൂടി വേണം. അപ്പോൾ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് ആക്ടിവിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഫീൽഡും കൂടി നമ്മൾ എപ്പോഴും ആ ബിസിനസ് ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ R&D എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ള ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ തുടങ്ങുന്ന ഏരിയയാണ് R&D. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ R&Dക്ക് വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വളരെ ഫലപ്രദമായ ഒരു ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? There should be an efficient use of resources, less wastage and high productivity. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റേജസ് കുറച്ചതിന് ശേഷം ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ റോൾസ് എന്തൊക്കെയാണ് അത് നമുക്ക് അടുത്ത് നോക്കാം. റോൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്: വർക്ക് സ്റ്റഡി, പ്ലാന്റ് ലേഔട്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇൻവെന്ററി കൺട്രോൾ, ഓപ്പറേഷൻസ് റിസർച്ച്, PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, PERT ആൻഡ് CPM, വാല്യൂ എഞ്ചിനീയറിംഗ്. ഇതിൽ ഈ PPC, PERT ആൻഡ് CPM എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് പുതുമയുള്ളതായിരിക്കും. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ നെയിംസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന ഒരു ഫീൽഡിൽ ഒരു വർക്കിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തണം. പ്ലാന്റിന്റെ ലേഔട്ട് എന്ന് വെച്ചാൽ പ്ലാന്റിന്റെ ഡിസൈനെ കുറിച്ചുള്ള ഒരു ഐഡിയ വേണം. മെറ്റീരിയൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ വേണം. ഒപ്പം ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസിനെ പറയുന്ന പേരാണ് ഇൻവെന്ററി. അപ്പോൾ ആ ഇൻവെന്ററി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഒരു ഇൻഡസ്ട്രി ആകുന്ന സമയത്ത് ആവശ്യമുണ്ട്. ഒപ്പം തന്നെ ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് റിസോഴ്സസ് ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ്. അതിനെക്കുറിച്ചുള്ള ഒരു അറിവും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും കിട്ടും. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന ഈ സബ്ജക്റ്റിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു ടേം ആണ് ഇൻഡസ്ട്രി. എന്താണ് ഇൻഡസ്ട്രി? ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. Industry is a part of business activity which is concerned with production, processing or fabrication of products. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ് ഓർ ഫാബ്രിക്കേഷൻ. പ്രൊഡക്ഷനോ പ്രോസസ്സിങ്ങോ ഫാബ്രിക്കേഷനോ നടക്കുന്ന ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നടക്കുന്ന ഒരു ഏരിയ നമ്മൾ ബിസിനസ് ആക്ടിവിറ്റിയെ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പോൾ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ കുറച്ച് പ്രൊഡക്ട്സ് അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ്? കൺസ്യൂമർ ഗുഡ്സ് കിട്ടാം, ക്ലോത്ത് ആൻഡ് സോപ്പും ക്ലോത്തും ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ്, മെഷീൻ ടൂൾസ് എന്താണെന്ന് കഴിഞ്ഞ സെമിസ്റ്ററിൽ ഞാൻ നിങ്ങളെ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് എന്ന പേപ്പറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഷേപ്പർ, സ്ലോട്ടർ, ലെയ്ത്ത് തുടങ്ങിയതെല്ലാം മെഷീൻ ടൂൾസ്. അപ്പോൾ ആ മെഷീൻ ടൂൾസ് ഉണ്ടാക്കുന്ന ബിസിനസ് ആക്ടിവിറ്റി നടക്കുന്ന ഏരിയ എല്ലാം നമ്മൾ ഇൻഡസ്ട്രി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇത് കൂടാതെ സ്റ്റീല്, പ്ലാസ്റ്റിക് തുടങ്ങിയുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന തുടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കുന്ന എല്ലാ ബിസിനസ് ഏരിയാസിനെയും നമ്മൾ ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുന്നത്. ഇത് കൂടാതെ ഒരു വിഭാഗം ജനങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഏരിയയും നമ്മൾ ഇൻഡസ്ട്രി എന്ന് തന്നെ വിളിക്കും. അത് ഹോസ്പിറ്റൽസ് ആകാം, സ്കൂൾസ് ആകാം, കോളേജസ് ആകാം, ഏത് രീതിയിലുള്ള സർവീസസും ആകാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുന്ന ഈ കോളേജ്, നിങ്ങൾ ഈ പഠിക്കുന്ന ഈ കോളേജിനെ നിങ്ങൾക്ക് ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് കൺവേർഷൻ ആണ് നടക്കുന്നത്? നിങ്ങൾ സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഈ കോളേജിലേക്ക് എത്തുന്നു. ഇവിടെ നിങ്ങളെ പ്രോസസ്സ് ചെയ്തെടുത്ത് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ സ്റ്റുഡൻസ് ആയ നിങ്ങളെ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആക്കി മാറ്റുന്നു എന്ന ഫംഗ്ഷൻ നടക്കുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ കോളേജ്. ഒരു ഇൻഡസ്ട്രിക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം കോളേജ് തന്നെ എഴുതി വയ്ക്കാം. ഒപ്പം തന്നെ അതിൻ്റെ റീസൺ കൂടി പറയണം. ബിക്കോസ് സ്റ്റുഡൻസ് ആർ കൺവേർട്ടിങ് ഇൻ ടു ഫൈൻ ഡിപ്ലോമ ഹോൾഡേഴ്സ്. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന നിലയിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്റ്റീൽ ഉണ്ടാക്കുന്ന
പ്ലാന്റ്സ്, നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ്, മെഷീൻ ടൂൾസ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഇവയെല്ലാം ഇൻഡസ്ട്രീസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു രണ്ട് ടോപ്പിക്സ് ആണ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇത് സ്ഥിരമായി നിങ്ങളുടെ പഴയ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, സ്ഥിരമായി ചോദിക്കുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ആ 2 ടേംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ, ദ വോളിയം ഓഫ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു പ്രൊഡക്റ്റ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു പ്രൊഡക്ട്സ് ആണ്. റോ മെറ്റീരിയൽസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്ന ആ ആക്ടിവിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ. അടുത്ത ടേം പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി വെച്ച് എന്താ? പ്രൊഡക്ടിവിറ്റി ഈസ് എഫിഷ്യൻസി. പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമ്മൾ എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിന്റെ റേഷ്യോനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഏരിയാസ് ആണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി നമ്മൾ പ്രധാനമായിട്ടും പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്നും പറയാറുണ്ട്, ലേബർ പ്രൊഡക്ടിവിറ്റി എന്നും പറയാറുണ്ട്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്നും പറയാറുണ്ട്. അത് ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബേഴ്സിനെ വെച്ച് എത്ര പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ലേബേഴ്സിനെ വെച്ചിട്ട് എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നു അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലേബേഴ്സ് എത്രയാണ്, ആ റേഷ്യോനെ നമ്മൾ പറയുന്ന പേരാണ് ലേബർ പ്രൊഡക്ടിവിറ്റി. ഇനി അടുത്ത കൺസെപ്റ്റ് ഉണ്ട് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി. ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഉള്ള ടോട്ടൽ ഔട്ട്പുട്ട് ദാറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഇൻപുട്ട്. ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻപുട്സും, അത് മെന്നാവാം, മെറ്റീരിയൽ ആവാം, പിന്നെ ഏത് തരത്തിലുള്ള റിസോഴ്സസ് ആവാം, ആ എല്ലാ ഇൻപുട്ടും എത്ര ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ആ റേഷ്യോനെയാണ് നമ്മൾ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി 2 ടൈപ്പ് ഉണ്ട്, പാർഷ്യൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ടോട്ടൽ പ്രൊഡക്ടിവിറ്റി. ഒപ്പം തന്നെ വേറെ പറയാവുന്ന വേറെ ടൈപ്പ് പ്രൊഡക്ടിവിറ്റിയാണ് ലേബർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. കുറച്ച് പോയിന്റ്സ് അതിൽ നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട്. ബീറ്റിംഗ് കോമ്പറ്റീഷൻ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ഹയർ വേജസ്, ഇൻക്രീസ് പ്രോഫിറ്റ്, ജോബ് സെക്യൂരിറ്റി ആൻഡ് സാറ്റിസ്ഫിക്കേഷൻ, then reduce prices and customer satisfaction. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോമ്പറ്റീഷൻ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോമ്പീറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷൻ അവിടെ നടക്കണം. പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസോഴ്സ് യൂട്ടിലൈസേഷൻ കൂടി നടക്കുന്ന സമയത്താണ് ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഹയർ വേജസ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ്. അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് ഹയർ ആയിട്ടുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി വേണം. ഒപ്പം തന്നെ പ്രോഫിറ്റ് കൂടണമെങ്കിലും ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി വേണം. പ്രൊഡക്ടിവിറ്റി കൂടിയാൽ മാത്രമേ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ജോബിനെ കുറിച്ചൊരു സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ, അവർക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ജോബ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും കിട്ടാൻ വേണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഹയർ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ലാഭത്തിലാവും. അതുവഴി ലാഭവ്യൂഹത്തിന്റെ ഭാഗമായി അവർക്ക് കമ്പനിക്ക് പ്രൈസസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രൈസസിൽ കസ്റ്റമേഴ്സിന് ഗുഡ് പ്രോഡക്ട്സ് അവൈലബിൾ ആവും. അതാണ് ഹയർ പ്രൊഡക്ടിവിറ്റി കൊണ്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഏറ്റവും നല്ല ഗുണം. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാമെന്നാണ്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അതിൽ പ്രധാനമായും കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഒരു ഫ്രാക്ഷനാണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ആ ഫ്രാക്ഷൻ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ന്യൂമറേറ്റർ കൂട്ടണം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കുറയ്ക്കണം. അപ്പോൾ ന്യൂമറേറ്റർ എന്താണ്? ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻപുട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഇൻക്രീസ് ഔട്ട്പുട്ട്. സെക്കൻഡ് പോയിന്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ബൈ മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, അതെന്താണ്? ലേബേഴ്സ് ആണ്, അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് ഫോഴ്സ് ആണ്. അവർക്ക് ബെറ്റർ ആയിട്ടുള്ള മോട്ടിവേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് അവരിലുള്ള പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ബൈ മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്
methods to improve productivity വളരെ important ആയിട്ടുള്ള ഒരു factor. The third point is using latest technology such as automation, robotics, group technology and computer integrated manufacture. ഇപ്പോൾ സിം, റോബോട്ടിക്സ് ആൻഡ് ഗ്രൂപ്പ് ടെക്നോളജി ഇതെല്ലാം ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസാണ്. ഇവയെല്ലാം ഒരു ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വഴി ആ ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ടിവിറ്റി നമുക്ക് വളരെയധികം ഹയർ ആക്കാൻ പറ്റും. ഫോർത്ത് പോയിന്റ് ഈസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഞാൻ മുമ്പ് ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു R&D. ഒരു ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാ സമയത്തും പീരിയോഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചേഞ്ച് ഉണ്ടാകുന്നതനുസരിച്ചിട്ട് ആ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ബെറ്റർ ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. അതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ R&D. അടുത്ത പോയിന്റ്, ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ഡിസൈൻ, ദസ് എലിമിനേറ്റിംഗ് അൺനെസസറി പാർട്സ്. പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി നമുക്ക് അൺനെസസറി ആയിട്ടുള്ള പാർട്സ് കുറയ്ക്കാൻ പറ്റും, അതുവഴി പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. സ്റ്റാൻഡർഡൈസിങ് പ്രൊഡക്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. സ്റ്റാൻഡർഡൈസിങ് പ്രൊഡക്റ്റ്, നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പ്രൊഡക്ട്സിന് എല്ലാവിടെയും ഒരു യൂസ് ഉണ്ടാവണം. ഇപ്പം നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ മെഷീൻ ഡ്രോയിങ്ങിൽ നട്ട് ആൻഡ് ബോൾട്ടിൻ്റെ ഡിഫറെൻറ്റ് ലിമിറ്റ് ആൻഡ് ടോളറൻസസ് ആൻഡ് ഫിറ്റ് ആൻഡ് സൈസസ് പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ നട്ട് ആൻഡ് ബോൾട്ടിന്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നട്ടാണെന്ന് വിചാരിക്കുക, യൂണിവേഴ്സലായിട്ട് വേറെ ഒരു രാജ്യത്തെ വേറൊരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബോൾട്ടിൽ ആ നട്ട് ഫിറ്റ് ആവണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വലുപ്പത്തിലും ടോളറൻസിലും നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ആ പ്രൊഡക്റ്റിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പോൾ സ്റ്റാൻഡർഡൈസിങ് ദ പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട മെത്തേഡ്. പിന്നെ അടുത്ത മെത്തേഡ്, റെഡ്യൂസിങ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റേജിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രാപ്പ് കുറയ്ക്കുന്നത് വഴി നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അടുത്ത പോയിന്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ പീരിയോഡിക്കലായിട്ട് നമ്മൾ നടത്തി പോകുന്ന ആക്ടിവിറ്റീസ്, അതിൻ്റെ ഇൻഡസ്ട്രി ബ്രേക്ക് ഡൗൺ ആവാതെ തടഞ്ഞു നിർത്തുന്ന പീരിയോഡിക്കൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് ബെറ്ററായി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ മാനേജ്മെന്റ് ടെക്നിക്സ്, CPM ആൻഡ് PERT. ഇത് ഇൻഡസ്ട്രിയിലെ റിസോഴ്സിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേജാണ്. CPM ആൻഡ് PERT പ്രൊജക്ട് മാനേജ്മെന്റിൽ വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ് CPM ആൻഡ് PERT. ഈ രണ്ട് മെത്തേഡ്സും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നിങ്ങൾ IMS എന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ടാവും. CPM ആൻഡ് PERT എന്ന് പറഞ്ഞ ഈ രണ്ട് മെത്തേഡ്സ് പ്രൊഡക്ടിവിറ്റിക്ക് കൂട്ടാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഇംപ്രൂവിങ് എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ്. അപ്പോൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കമ്പനിക്ക് ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. ലേബേഴ്സിനായാലും തൊട്ട് മുകളിൽ നടക്കുന്ന മുതലാളിയാണെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആ കമ്പനിക്ക് നല്ല പ്രൊഡക്ടിവിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇത്ര ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ബേസിക്കലി ഒരു തിയറി പേപ്പറാണ്. നിങ്ങൾ ഈ തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇപ്പം ഞാൻ എടുത്ത ഈ ടോപ്പിക്, മെത്തേഡ്സ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഇത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി എന്ന്. ഈ ടോപ്പിക്സ് നിങ്ങൾക്ക്, ഈ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾക്ക് ഫർദറായി ഡെവലപ്പ് ചെയ്ത് ഒരു എസ്സേ പോലെ അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് തന്നെ ഒരു 5 മാർക്കിനോ 7 മാർക്കിനോ എഴുതാൻ പറ്റും. ഈ പോയിന്റ്സ് ഇതുപോലെ തന്നെ എഴുതണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുവഴി തന്നെ നല്ല മാർക്സും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മോഡ്യൂൾ 1ന്റെ പാർട്ട് 1 ആണ്. അപ്പോൾ മോഡ്യൂൾ 1ലെ പാർട്ട് 2 എന്നുള്ള ടോപ്പിക് അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു.